മൂന്നാമത് ഒരു ഭരണം ഉറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണിപ്പോൾ CPM. SNDP, NSS, KPMS ഒപ്പം അമൃതാനന്ദമയി മഠവും. ഹിന്ദു സമുദായ സംഘടനകളെയും ഹിന്ദുക്കളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയും ഒപ്പം നിർത്തിയാണ് നീക്കം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ അമൃതാനന്ദമയിക്ക് സർക്കാർ ഇന്ന് ആദരം നൽകുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമാണ് സ്വീകരണം. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള മന്ത്രിമാരായ KN ബാലഗോപാലും സജി ചെറിയാനുമാണ് സ്വീകരണം നൽകുന്നത്. മുമ്പ് എതിർപക്ഷത്തായിരുന്ന സംഘടനകളെയും സംഘടനാ നേതാക്കളെയും ആത്മീയ മേഖലയിൽ സ്വാധീനമുള്ളവരെയും ഒപ്പം നിർത്തിയാണ് CPMൻ്റെ നീക്കം. ഹിന്ദു വോട്ടുറപ്പിക്കാനുള്ള CPM നീക്കങ്ങൾക്കെതിരെ കടുത്ത വിമർശനവും പരിഹാസവും ഒരുപോലെ ഉയരുന്നുണ്ട്. പാർട്ടി പതിവുകൾ വിട്ടുള്ള നീക്കങ്ങളാണ് പലതും. ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ചോദ്യവും ഉണ്ട്. പക്ഷേ അങ്ങനെ പരിഹസിച്ചു തള്ളാവുന്നതാണോ CPMൻ്റെ തന്ത്രങ്ങൾ? കേരള ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള തെക്കൻ കേരളത്തിൽ ഈ സംഘടനകൾക്കുള്ള സ്വാധീനം അത്ര ചെറുതല്ല. പല മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ സാധ്യമാക്കാനുള്ള ശേഷിയും ഇവർക്കുണ്ട്. ഈ സാധ്യതയാണ് CPM ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള വാൾ കൂടിയാണ് ഇത്. സമുദായ നേതാക്കളുമായുള്ള ചങ്ങാത്തം ഒരേ സമയം ഗുണവും ദോഷവും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളതാണ്.